ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിവേൻ. എല്ലാവരും കാത്തിരുന്ന HSA എക്സാമിന് ഡേറ്റ് വന്നു. ഓഗസ്റ്റ് 4-നാണ്. കുറച്ച് നേരത്തെയായി പോയോ എന്ന് സംശയിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും, അല്ലേ? ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന വെച്ചത് ഓഗസ്റ്റ് ലാസ്റ്റ് ഇല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യം, ഇങ്ങനെ ഒരു ഡേറ്റിലാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇത് ഓഗസ്റ്റ് ആദ്യ വീക്ക് തന്നെ എന്ത് വന്നു? എക്സാം ഡേറ്റ് വന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്ന് എക്സാം ഡേറ്റ് വന്നാലും നിങ്ങൾക്കൊരു ടെൻഷൻ എന്തായാലും ഉണ്ടാവും, അല്ലേ? ഈ ഒക്ടോബറിലാണോ എന്ന് പറഞ്ഞാലും നമുക്ക് ആ എക്സാം ഡേറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ആകെ ഒരു ടെൻഷനിലാവും. ഞാൻ പഠിച്ചതെല്ലാം ശരിയാണോ, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞോ, ഇനി ഞാൻ പഠിക്കാത്തതാണല്ലോ കൂടുതൽ എന്നെല്ലാം ചിന്തിച്ച് അങ്ങനെ ഒരു 2-3 ദിവസം നമ്മുടെ ഉറക്കം അങ്ങനെ പോകും, അല്ലേ? നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഒരവസ്ഥ, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. സാരമില്ല, നമുക്ക് 2 മാസം ഉണ്ടല്ലോ, 60 ദിവസമുണ്ട് നമ്മുടെ മുമ്പിൽ, അല്ലേ? ഈ 60 ദിവസം നല്ല രീതിയിൽ റെഡിയാകാൻ, ഇല്ലെങ്കിൽ ഇത്ര നാളും പഠിച്ചിരുന്ന വെച്ചാൽ ആ സ്ട്രാറ്റജിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറാനുള്ള സമയമായി. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു 5 to 6 hours ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട സമയം. ഇനി ഒരു 8 hours നമ്മൾ തീർച്ചയായിട്ടും എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തേ മതിയാകൂ? ഈ HSA എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തേ മതിയാകൂ. കാരണം നിങ്ങൾ വെറുതെ പഠിച്ചു പോയി. ഇപ്പം CC കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അവരൊരു 2ാമത്തെ വട്ടം അല്ലെങ്കിൽ ഒരു 3ാമത്തെ വട്ടം റിവിഷനിലോട്ട് കടന്നു പോവുകയാണ്, അല്ലേ? തീർച്ചയായിട്ടുമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെടുത്ത സമയം, ഇല്ലെങ്കിൽ അവരത്രയും നന്നായിട്ട് പ്രയത്നിച്ചത് കൊണ്ടാണ് അവരൊരു 3ാമത്തെ റിവിഷനിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ 3ാം ഘട്ട റിവിഷനിലോട്ട് കടന്ന് ഇനി ഒരു 2 വട്ട റിവിഷനും കൂടെ കഴിയുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും? വളരെ കോൺഫിഡൻസോടുകൂടി എക്സാമിനോട്ട് പോകും, അല്ലേ? ഈ ഇത്രയും റിവിഷൻ കഴിഞ്ഞവരെ സംബന്ധിച്ചും ഈ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ദിവസം തന്നെയായിരുന്നു. 2 ദിവസത്തേക്ക് നമ്മൾ ശരിക്കും എന്താവും? നമ്മൾ ശരിക്കും ടെൻഷനില്ല തന്നെയാവും. അതുകൊണ്ട് നിങ്ങൾ അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും ദിവസം ഉള്ളല്ലോ എന്നെല്ലാം വിചാരിക്കേണ്ടത്. 60 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കാൻ റെഡിയാണെങ്കിൽ ഈ 60 ദിവസം മതി. ചിലപ്പോൾ ഒന്നും പഠിക്കാത്തവരുണ്ടാവും. ഇനി പഠിക്കാനിരിക്കാം, ഇല്ലെങ്കിൽ ഇത്ര നാൾ വെക്കേഷൻ ആയിരുന്നു, കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോയിട്ട് പഠിക്കാനിരിക്കുന്നവർ ധാരാളം പേരുണ്ടാവും, അല്ലേ? അങ്ങനെയുള്ളവർക്കും ഈ ഒരു സമയം വേണ്ട രീതിയിൽ പ്രയോജനം ചെയ്യാം, അല്ലേ? കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ കുറേ സമയം കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം ധാരാളമാണ്. CCയിൽ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. HSA പോരാട്ടം ബാച്ച് 60 ദിവസത്തെ ബാച്ചാണ്. ഈ ജൂൺ 2-ാം തീയതിയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സുകളാണ്. ഇനി നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ അത്യാവശ്യം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പോകാനും, ഇനി ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ CC ജോയിൻ ചെയ്തെന്നോ ഇല്ലെങ്കിൽ മറ്റിടത്ത് ജോയിൻ ചെയ്തെന്നോ വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും റാങ്കിലോട്ട് എത്തണം എന്നില്ല. പഠിക്കേണ്ടവർ നിങ്ങൾ തന്നെയാണ്. എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു തരാനേ ഞങ്ങളെ കൊണ്ട് സാധിക്കൂ, അല്ലേ? എത്ര നേരം പഠിക്കണം, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, എങ്ങനെയെല്ലാം പഠിച്ചാലാണ് നിങ്ങൾക്ക് ആ എക്സാം റാങ്കിലോട്ട് എത്താവുന്നത് എന്നെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. പക്ഷേ പഠിക്കാനുള്ള ഇനീഷ്യേറ്റീവും പഠിക്കാനുള്ള മനസ്സും ആര് കാണിക്കണം? നിങ്ങൾ കാണിക്കണം. നിങ്ങളതിന് റെഡിയാണെങ്കിൽ ധൈര്യമായിട്ട് CCയിൽ ജോയിൻ ചെയ്തോ. ഈ 60 ദിവസം കൊണ്ട് അത്യാവശ്യം മോശമല്ലാത്ത ഒരു റാങ്കിലോട്ട് ഞങ്ങൾ എത്തിക്കും. അപ്പോൾ ഈ 60 ദിവസത്തെ ക്ലാസ് എങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങളിൽ പലർക്കും താല്പര്യമുണ്ടാവും, അല്ലേ? എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞാലോ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് CCയിലെ ഈ 60 ദിവസത്തെ ബാച്ച് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ടൈം ടേബിൾ ഇതാണ് നമ്മുടെ HSAയുടെ 60 ദിവസത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് Day 1 മുതൽ Day 60 വരെയുള്ള ടൈം ടേബിൾ, ഏതെല്ലാം പോർഷൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതെല്ലാം മൊഡ്യൂളാണ് പഠിക്കേണ്ടത്, എത്ര സമയമാണ് പഠിക്കേണ്ടത് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ? Day 1 അത് മൺഡേ ആണ്, 2-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ തിങ്കളാഴ്ചകളിലും GK പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. രാവിലെ 1 മണിക്കൂർ കറണ്ട് അഫയേഴ്സോ ഇല്ലെങ്കിൽ ജനറലോ ഇല്ലെങ്കിൽ അതിൻ്റെ മെത്തഡോളജിയോ അങ്ങനെ വരുന്ന ജനറൽ പേപ്പർ വെച്ചിട്ടാണ് എല്ലാ തിങ്കളാഴ്ചകളിലും ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എളുപ്പവുമാണ്. കാരണം നമുക്കറിയാം, എപ്പോഴും റാങ്ക് മേക്കിംഗ് മാർക്ക് എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് വരിക? ജനറൽ പേപ്പറിൽ നിന്നാണ് വരിക, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സബ്ജക്റ്റ് നന്നായിട്ട് അറിയാവുന്നവരായിരിക്കും. ഇപ്പോൾ സുവോളജി പഠിച്ചവരെ സംബന്ധിച്ചാണെങ്കിൽ ആ 40 മാർക്ക് എങ്ങും പോകാനില്ല. അതുപോലെ ബോട്ടണി പഠിച്ചവരെ സംബന്ധിച്ചാണെങ്കിൽ 40 മാർക്ക് എങ്ങും പോകാനില്ല. പക്ഷേ അവിടെ നമ്മളെ സംബന്ധിച്ച്, ഈ സയൻസ് പഠിച്ചവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ സയൻസും അല്ലെങ്കിൽ റിനൈൻസൻസും എല്ലാം വായിച്ച് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ്. പക്ഷേ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. വളരെ കാച്ചിക്കുറിക്കിയതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും CC പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ 5 മണി മുതലാണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ദിവസം 2 ലൈവുകളുണ്ടാവും, 1.5 മണിക്കൂർ വീതം. രാവിലെ 5 മണി മുതൽ രാവിലെ 6:30 വരെയാണ് ആദ്യത്തെ ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ രാവിലത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വൈകുന്നേരം വരെ സമയമുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിന് മുമ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അന്ന് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട പോർഷൻസിൻ്റെ
PDF നോട്ട്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ നോട്ട്സ് വായിച്ചിട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവിൽ നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടീച്ചർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ആ ക്വസ്റ്റ്യൻസിന് നന്നായിട്ട് ആൻസർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും അല്ലേ. ഇന്ന് എനിക്ക് 2 ചിലപ്പോൾ ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ, പക്ഷേ ഞാൻ അടുത്ത ദിവസം എന്ത് ചെയ്യും, കുറച്ചും കൂടെ നന്നായിട്ട് ശ്രമിക്കും. അപ്പോൾ രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും എനിക്ക് 10 ആൻസർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അടുത്ത അല്ലെങ്കിൽ അടുത്ത റിവിഷൻ ടൈം ടേബിൾ ആകുമ്പോഴത്തേക്കും അങ്ങനെ നിങ്ങൾ ലൈവിലേക്ക് വളരെ ആക്റ്റീവായി വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, നമുക്ക് ആ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർ പറയുന്നതിന് മുമ്പേ എനിക്ക് ആൻസർ പറയണം എന്നുള്ള മനസ്സ് അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടാവണം. നമ്മൾ ഏതൊരു എക്സാം എഴുതിക്കോട്ടെ, അതിപ്പോൾ HSC ആയിരുന്നല്ല, ഏത് എക്സാംസ് എഴുതിയാലും ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉള്ളവനെ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു വിജയം അല്ലെങ്കിൽ വിജയത്തിനോട് അടുത്ത് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കോമ്പറ്റീറ്റീവ് മൈൻഡ് എപ്പോഴും മറ്റുള്ളവർ കാണിക്കുന്നതില്ല. അയാൾ പറയുന്ന ആൻസറിനേക്കാൾ മുമ്പേ എനിക്ക് പറയാനായിട്ടൊരു അവസരം അല്ലേ. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളാണ്. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും തന്നെ ഒരു കുട്ടികളുടെ മനസ്സായിരിക്കും. നമുക്ക് ആൻസർ അറിയാവുന്നവർ എന്ത് ചെയ്യും, ചാടി പറയും. അതുപോലെ തന്നെയാണ് ലൈവിലും. അപ്പോൾ നിങ്ങൾ ഇന്നൊരു ദിവസം 2 ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും. അടുത്ത ദിവസം നിങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചു വരും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ അഴി വരുന്ന ലൈവുകളെല്ലാം വളരെ ആക്റ്റീവ് ആവാനും ശ്രദ്ധിക്കും. ഒന്നും മിസ്സാക്കാതെ അതിനകത്തെല്ലാം പങ്കെടുക്കാനും ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ ജനറൽ പേപ്പറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ആയിരിക്കും. അതിനകത്ത് കറണ്ട് അഫെയർസും GK എല്ലാം വരുന്ന സമയമായിരിക്കും. അതിനകത്ത് കറണ്ട് അഫെയർസ് ആണ് രാവിലത്തെ മോർണിംഗ്. GK എപ്പോഴായിരിക്കും വരിക, വൈകുന്നേരം 5 മണി മുതൽ 6:30 വരെ ആയിരിക്കും വരിക. ബാക്കി വരുന്ന 4 ദിവസം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഈ ശനിയാഴ്ച വരെ സബ്ജക്റ്റ് പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ലൈവായിട്ട് ഉണ്ടാവുക. ഇതിനകത്ത് ട്യൂസ്ഡേയിൽ രാവിലത്തെ ക്ലാസ് എടുക്കുന്നത് ഷഹന മിസ് ആയിരിക്കും. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് മൊഡ്യൂൾ 5 മുതലാണ്. നമുക്കറിയാം ബോട്ടണി പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, മൊഡ്യൂൾ 5 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷഹന മിസ് എടുക്കുന്നത് ഫസ്റ്റ് പോർഷനാണ്, മൈക്രോബയോളജി ആൻഡ് പ്ലാന്റ് പത്തോളജിയാണ്. അതിനകത്ത് എത്ര സമയമുണ്ട്, 5:30 മുതൽ 6:30 വരെയാണ്. 1.5 മണിക്കൂറാണ് അതിൻ്റെ ലൈവ്. ഉച്ച കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ 5 മണി മുതൽ 6:30 വരെ ആ ലൈവ് എടുക്കുന്നത്. അതായത് മൊഡ്യൂൾ 1 ആണ് എടുക്കുന്നത്, സുവോളജി പോർഷനാണ്. അതെടുക്കുന്നത് ഞാനാണ്. ഇതിനകത്ത് ഞാൻ എടുക്കുന്ന കുറേ പോർഷൻസ് ഉണ്ട്. അതുപോലെ ബോട്ടണിയും ഇതുപോലെ തന്നെ. ഇപ്പോൾ സുവോളജി ആണെങ്കിലും എല്ലാവരും എൻ്റെ പോർഷൻസും ഞാനല്ല എടുക്കുന്നത്. ഓരോ പോർഷൻസിനകത്തും ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ആരാണോ അവരാണ് ആ പോർഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ എടുക്കുന്ന പോർഷൻസ് വെച്ചാൽ മൊഡ്യൂൾ 1 വരും. മൊഡ്യൂൾ 2 ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ ഫിസിയോളജി, ദെൻ ജെനറ്റിക്സ്, ഈ പോർഷൻസ് എല്ലാം ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ടീച്ചർമാരും അല്ലെങ്കിൽ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചർമാർ തന്നെ വെച്ചിട്ടുള്ള ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുക. ഇനി അടുത്ത വെനസ്ഡേ എന്ന് പറയുന്നത് ഷഹനാസിൻ്റെ ക്ലാസ് ആയിരിക്കും. അതുപോലെ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ആ സെയിം മിസ്സുമാർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ഇങ്ങനെ നമ്മൾ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5, ഡേ 6 സാറ്റർഡേ ആണ്. സാറ്റർഡേയിലാണ് നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഒരു വീക്ക് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് ഏത് ക്ലാസ്സിനെ കൊണ്ട് സാധിക്കും, മെൻറ്റർഷിപ്പ് ക്ലാസ്സിനെ കൊണ്ട് സാധിക്കും. അന്ന് രാവിലത്തെ എല്ലാ ദിവസവും എല്ലാ ഡേ 6 എന്ന് വെച്ചാൽ എല്ലാ സാറ്റർഡേയ്സിലും രാവിലത്തെ ക്ലാസ് എന്ന് പറയുന്നത് മെൻറ്റർഷിപ്പ് ക്ലാസ് ആയിരിക്കും. പിന്നെ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഒന്നെങ്കിൽ ബോട്ടണി ആവാം അല്ലെങ്കിൽ സുവോളജി ആവും. ഇന്നത്തെ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കും നിങ്ങൾക്ക് അന്ന് പഠിക്കാനുണ്ടാവുക. പിന്നെ ഡേ 7 എന്ന് പറയുന്നത് സൺഡേ ആയിരിക്കും. ഡേ 7 എല്ലാ വീക്കിലും ഡേ 7 വരുമല്ലോ. ആ ഡേ 7 എന്ന് പറയുന്നത് സൺഡേ ആയിരിക്കും. അന്നാണ് നിങ്ങൾക്കുള്ള റിവിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആ പഠിച്ച കാര്യങ്ങളെല്ലാം ശരിയായ ട്രാക്കിലാണോ, ശരിയായിട്ടുള്ള രീതിയിലാണോ എന്ന് നമ്മൾ സ്വയം അനലൈസ് ചെയ്യുന്നത് നമ്മുടെ ഒരു എക്സാം എഴുതുന്നത് വഴിയാണ് അല്ലേ. അങ്ങനെ ഡേ 7 നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വീക്ക് നമ്മൾ പഠിച്ച അത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിവിഷൻ ടെസ്റ്റ് നടത്തും. അങ്ങനെ ഇതുവരെ നടത്തും. ഇത് കണ്ടോ, ഇതെല്ലാം നമ്മുടെ ഒരു ടൈം ടേബിളിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഡേ 60 വരെ ഉള്ള ടൈം ടേബിളും ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ്. ഡേ 60 വരെയുള്ള ടൈം ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ വീക്കിലും അല്ലെങ്കിൽ ഓരോ വീക്കെൻഡിലും അതത് വീക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടൊരു അവസരം കിട്ടും. അതുപോലെ ഓരോ മാസത്തിൻ്റെ അവസാനവും ഓരോ മോഡൽ എക്സാംസ് നിങ്ങളെ തേടി വരും. GK വേറെ, അതുപോലെ തന്നെ സബ്ജക്റ്റിന് വേറെ, അതുപോലെ തന്നെ ഇവ രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ നിങ്ങളൊരു എക്സാം ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ഒരു 3-4 വട്ടം അല്ലെങ്കിൽ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എക്സാമിനെ സമീപിച്ചൂടെ. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാനായിട്ടൊരു താല്പര്യമുണ്ട്. എത്ര സമയം ഞാൻ പഠിക്കാനായിട്ട് റെഡിയാണ്, എനിക്കൊരു HSC കിട്ടണം, ഒരു അധ്യാപിക ആകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡേറ്റ് മറന്നില്ലല്ലോ, ജൂൺ 2-ാം തീയതി. ഇനിയും ജോയിൻ ചെയ്യാനുള്ള സമയമുണ്ട്. ഒന്നും പഠിക്കാത്തവർക്കാണെങ്കിൽ പഠിക്കാനുള്ള സമയമുണ്ട്. പഠിച്ചുകൊണ്ടിരുന്ന് കംപ്ലീറ്റ് ആകാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തോ. ഞങ്ങളോടൊപ്പം പഠിച്ചു തീരാം. വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പോകാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.